കുറച്ച് ദിവസം മുന്നേ ചെമ്പരത്തിപ്പൂവിന്റെ പാറ്റേണിൽ നമ്മളൊരു സെന്റാങ്കിൾ ആർട്ട് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ കുറച്ച് കമന്റ്സ് വന്നു, റോസ് ഫ്ലവർ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുമെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും പേരുടെ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ റോസ് ഫ്ലവർ വെച്ച് ചെയ്യുമെന്ന് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ ഉടനെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതുകൊണ്ട് ആ ഒരു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നാലും അധികം ലേറ്റ് ആയിട്ട് ാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. പിന്നെ നമ്മൾ ചെമ്പരത്തി വെച്ച് ചെയ്ത ആ ഒരു സെയിം പാറ്റേണിലല്ല ഇത് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് പിടിച്ചത്. എന്നാൽ ഇതിൽ കുറച്ചൊന്ന് ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കളർഫുൾ ആക്കി എടുക്കുന്നുണ്ട്. അല്ലേലും ആരാണ് ഒരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കാത്തത്? ഈ ഒരു ഡ്രോയിങ്ങിൽ റോസ് ഫ്ലവറിനെ മെയിൻ ആക്കി നിർത്തണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നാൽ വരച്ചു വന്നപ്പോ റോസ് മാറിയിട്ട് ഇപ്പൊ ഈ ലീഫാണോ തിളങ്ങി നിൽക്കുന്നത് എന്ന് സംശയം ഇല്ലാതില്ല. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കളറിംഗ് പരിപാടി വരുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് അങ്ങോട്ട് പിടിക്കാം. അങ്ങനെ നമ്മളുടെ ലൈൻസിഡിൽ പരിപാടി കഴിഞ്ഞപ്പോൾ ഇതേപോലെ റെഡ് കളർ എടുത്തിട്ട് നമ്മളുടെ റോസാപ്പൂവിനൊന്ന് മിനുക്കി എടുക്കാം. പിന്നെ അതിന്റെ തണ്ടിന് ഗ്രീൻ കളർ അടിക്കാൻ മറക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ റെഡ് കളർ അങ്ങോട്ട് വന്നപ്പോ നമ്മളുടെ റോസാപ്പൂവ് തിളങ്ങാനൊക്കെ തുടങ്ങി. എനിക്ക് എന്തായാലും ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നല്ലോണം ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട.